പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ആരാണ് ആം ആദ്മി പാർട്ടിയുടെ ലീഡർഷിപ്പ് എന്നുള്ളതാണ് പ്രശ്നം. അരവിന്ദ് കെജ്രിവാൾ തോക്കുന്നു, സിസോദിയ തോക്കുന്നു. അങ്ങനെ ഒരു സമയം വരുമ്പോഴത്തേക്കും അതിഷിയെ പോലൊരു ആളാണോ ഇനി ലീഡ് ചെയ്യേണ്ടത് ആ പാർട്ടി? പക്ഷേ കേജ്രിവാൾ പറയുന്നത് അനുസരിച്ച് നിൽക്കുന്ന ഒരു നേതാവ് എന്ന നിലയ്ക്കാണ് അതിഷിക്ക് ആ ചുമതല പോലും കൊടുത്തത്. അതുകൊണ്ടാണ് ഉറപ്പാണ്. അപ്പോൾ അതിലപ്പുറം ഒരു മാറ്റം ഉണ്ടാകാൻ സാധ്യതയില്ല. ഏതിലും പ്രിയങ്ക ഗാന്ധിയുടെ പ്രതികരണം ഈ ഘട്ടത്തിൽ കൗതുകമുണ്ടാക്കുന്നതാണ്. മാറ്റത്തിന് ജനം വോട്ട് ചെയ്തു, വിജയിച്ചവരെ അഭിനന്ദിക്കുന്നു, കൂടുതൽ ശക്തമായി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങണമെന്നും അവരുടെ പ്രശ്നങ്ങളോട് ഉത്തരവാദിത്വം പുലർത്തണമെന്നുമാണ് ഈ വിജയം തെളിയിക്കുന്നതെന്ന് പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. അപ്പോൾ കോൺഗ്രസിന് സ്വയം വിമർശനമായിട്ട് പറഞ്ഞൊരു വാചകമായിട്ട് അതിനെ കാണാം. ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്നിട്ടില്ല വേണ്ട വിധത്തിൽ. ഇനിയിപ്പോൾ നമുക്ക് വേറെ കാര്യമുള്ളത് വെച്ചാൽ, സത്യം പറഞ്ഞാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഓൾറെഡി ദേ വെയർ ഹാവിംഗ് 4% വോട്ട് അല്ലേ. 2020 അവരുടെ വോട്ടെന്ന് പറയുന്നത് 4%. അതിന്റെ ഒരു വലിയ വളർച്ചയൊന്നും കോൺഗ്രസ് കാണിച്ചിട്ടില്ലെന്നേ. 2% വളർച്ചയാണ്, ഓൾമോസ്റ്റ് 2% അല്ലെ. ഒരു 6% മാത്രമാണ് വളർന്നിരിക്കുന്നത്. അവരൊരു 10%, 12%, ഒരു ഡബിൾ ഡിജിറ്റിലേക്ക് വരികയായിരുന്നുവെങ്കിൽ ഈ പറയുന്ന ഒരു മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചു എന്ന് പറയാം. ഇവിടെ കോൺഗ്രസ് മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചിട്ടേ ഇല്ല. ഡൽഹിയിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചില്ല. ഒരു ആന്റി ആം ആദ്മി പാർട്ടി വോട്ടുണ്ടല്ലോ, അതിൽ എത്രയാണെന്ന് കിട്ടിയത്? ഒരു 1% കിട്ടിയിട്ടുണ്ടാവും. 1% കിട്ടിയിട്ടുണ്ടാവും ആം ആദ്മി പാർട്ടിക്ക് എതിരായിട്ടുള്ള വോട്ട് എന്ന് പറയുന്നത്. ബാക്കി മുഴുവൻ വോട്ട് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നത് ഒറ്റയടിക്ക് അങ്ങോട്ടേക്കാണെന്നറിയാമോ? BJP-യിലേക്കാണ് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കോൺഗ്രസ് ഇവിടെ വളർച്ച കാണിച്ചിട്ടുണ്ട് എന്ന് പറയാനേ കഴിയില്ല. പേരിന് പറയാം 4% വോട്ടിൽ നിന്ന് 6% വോട്ടിലേക്ക് ഞങ്ങളുടെ ഒരു വോട്ട് ഷെയർ ഉയർത്തിയിട്ടുണ്ട് എന്ന് പറയാം. പരാജയത്തിന് കാരണം കോൺഗ്രസ് ആണെന്ന് പറയാനേ പറ്റില്ല. അത് കഴിയില്ല, അതങ്ങനെ കഴിയും. കാരണം വെച്ചാൽ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഡബിൾ ഡിജിറ്റ് ഒരു 12%, 13% വോട്ടൊക്കെ കോൺഗ്രസ് സമാഹരിക്കുകയായിരുന്നുവെങ്കിൽ ഡെഫിനറ്റ്ലി അവരൊരു സ്പോയിലറാണ്, അവർ BJP-യെ സഹായിച്ചെന്ന് പറയാം. ഇവിടെ ആകെപ്പാട് 1% മാത്രമാണ്, 2% ആണ് കിട്ടിയിരിക്കുന്നത്. ഒരു പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ഒരു വോട്ടർ ടേൺ ഔട്ടിനകത്ത് ഒരു ഇൻക്രീസ് വരും. കാരണം അവർ അഗ്രസീവായിട്ടാണല്ലോ മത്സരിക്കുക. അങ്ങനെ മത്സരിച്ചതിൻ്റെ ഒരു ഗുണം അവർക്ക് കിട്ടിയിട്ടുണ്ട്. ബട്ട് ദിസ് ഈസ് നോട്ട് എ ഹ്യൂജ് പെർസെൻറ്റേജ്. കാരണം അതൊരു 6% എന്നൊക്കെ പറഞ്ഞാൽ അൺഫോർച്ചുനേറ്റ് ആണ്. ഒരു നാഷണൽ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നാഷണൽ ക്യാപിറ്റലിൽ അവർക്ക് വലിയ സ്വാധീനമുണ്ടായിരുന്ന ഒരു സംസ്ഥാനത്ത് കേവലം 6% അവർ ചുരുങ്ങിയെന്ന് പറയുമ്പോഴത്തേക്കും ചെറിയ ഇൻട്രോസ്പെക്ഷൻ ഒന്നും പോരാ. ഇപ്പോൾ ഈ പ്രിയങ്ക ഗാന്ധി വന്ന് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ വീണ്ടും കാര്യങ്ങൾ പഠിക്കും എന്നൊക്കെയാണല്ലോ. അങ്ങനെ പഠിച്ചിട്ടൊന്നും അവിടെ കാര്യമില്ല. കാരണം അവർക്ക് അവിടെ ഇപ്പോഴും ഒരു സ്റ്റേക്ക് ഇല്ല. കോൺഗ്രസിന് ഡസന്റ് ഹാവ് എ സ്റ്റേക്ക്. വേറെ അജയ് മാക്കൻ എന്നൊരു നേതാവ് അല്ലാതെ അങ്ങനെ അറിയപ്പെടുന്ന നേതാക്കൾ, സന്ദീപ് ദീക്ഷിതും ഉണ്ട്, അൽക്കാലാംബയുണ്ട്, അജയ് മാക്കൻ ഉണ്ട്. ഈ പേരുകളൊക്കെ കൊള്ളാം. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഇതാണ് ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി പറയുന്ന ഒരു എന്താ പറയുക, ഒരു ബേസിക് ഈ താഴെ തലത്തിലുള്ള ഒരു കണക്ട് കോൺഗ്രസിന് അവിടെ ഇല്ലാതായിട്ടുണ്ട് എന്നുള്ളതാണ്. സംസ്ഥാനം എടുത്തു നോക്കിയാലും കോൺഗ്രസിന്റെ കാര്യം അത് തന്നെയാണ്. അങ്ങനെ തന്നെയാണ്. മാത്രമല്ല ഈ BJP-യെ സംബന്ധിച്ചിടത്തോളം BJP 2013, 2015, 2020 അവിടെ തോൽക്കുമ്പോഴുണ്ടല്ലോ, they were increasing their vote share. കോൺഗ്രസ് താഴത്തേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ BJP അവരുടെ വോട്ട് ഷെയർ വലിയ കുഴപ്പമില്ല, 34, 36, ഏറ്റവും കൂടുതൽ 39. അപ്പോൾ ഇൻക്രീസ് ഗ്രോത്ത് തന്നെയാണ് BJP അവിടെ കാണിച്ചിട്ടുള്ളത്. അവർക്ക് 3 സീറ്റ് ഉള്ളപ്പോൾ തന്നെ അവർക്ക് 36% വോട്ടുണ്ട്. അവർക്ക് 8 സീറ്റിലേക്ക് വരുമ്പോൾ അവർക്ക് 39% ഉണ്ട്. ഇപ്പോൾ അവർ കൂട്ടിയിരിക്കുന്നത് എത്രയാണ്? ഒരു 5%, 6% വോട്ടേ കൂട്ടിയിട്ടുള്ളൂ. ആ വളർച്ചയിൽ തന്നെ അവർക്ക് 48ലേക്ക് എത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് അവരുടെ ആ വോട്ട് പെർസെൻറ്റേജിലെ ഇൻക്രീസ് ഉണ്ടല്ലോ, അത് സീറ്റുകളായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കഴിഞ്ഞു. BJP-ക്ക് ഓരോ പരാജയം സംഭവിക്കുമ്പോഴും പരാജയം സംഭവിച്ച സമയത്ത് തന്നെ അടുത്തതിൽ എങ്ങനെ പിടിക്കാം എന്നുള്ള നടപടികളിലേക്ക് അവർ കടക്കുന്നു എന്നുള്ളത് ബാക്കി രാഷ്ട്രീയ പാർട്ടികൾ പഠിക്കേണ്ട ഒരു കാര്യം. അതൊരു ഫൈറ്റിംഗ് സ്പിരിറ്റ് ആണ്. തിരിച്ചൊക്കെയുള്ള അവരുടെ ശ്രമങ്ങൾ. 2 തെരഞ്ഞെടുപ്പുകൾ നമ്മൾ അനലൈസ് ചെയ്താൽ ഒന്ന് നോക്കൂ. മഹാരാഷ്ട്രയിൽ ആകെ ഉണ്ടായിരുന്ന 48 സീറ്റുകളിൽ എത്ര സീറ്റാണ് കഴിഞ്ഞ പ്രാവശ്യം BJP-ക്കുള്ളത്? ഏതാണ്ട് 15, 16 സീറ്റ്, എനിക്കിപ്പോൾ ഓർമ്മയില്ല. അത്ര വലിയ ട്രാജഡിയാണ് മഹാരാഷ്ട്രയിൽ BJP 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ ആരായിരുന്നു ഏറ്റവും വലിയ ഒറ്റകക്ഷി? കോൺഗ്രസ് ആയിരുന്നു. കോൺഗ്രസിനാണ് ഏറ്റവും കൂടുതൽ സീറ്റ് മഹാരാഷ്ട്ര കിട്ടി. ഒരർത്ഥത്തിൽ മഹാരാഷ്ട്രയും ഉത്തർപ്രദേശുമാണ് BJP-യെ കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തിക്കാതിരുന്ന സംസ്ഥാനങ്ങൾ. അവിടെ ഒരു 6 മാസത്തിന് ശേഷം തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ എത്രയാണെന്ന് അറിയാം? മഹാരാഷ്ട്രയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷമായിട്ടാണ് NDA വരുന്നത്. നേരെ 2/3 മെജോറിറ്റി. ആകെപ്പാടെ 288 സീറ്റാവുള്ളത് മഹാരാഷ്ട്രയിൽ. മറ്റേ ആത്മവിശ്വാസത്തിൽ ജയിച്ചതിന്റെ ആത്മവിശ്വാസത്തിൽ പിന്നെ അങ്ങനെ നിൽക്കുകയാണ്. 233 സീറ്റുകളുമായിട്ട് കേവലം 50 സീറ്റിലേക്ക് പ്രതിപക്ഷം ഒതുങ്ങിപ്പോയി എന്നുള്ളതാണ്. അവിടെയാണ് ആ ഒരു മെക്കാനിസം എന്ന് പറയുന്നത് BJP എപ്പോഴും കാണിച്ചിട്ടുള്ള കാര്യമാണ്. ഹരിയാനയിൽ വലിയ ആൻറ്റി ഇൻകംബൻസി ഉണ്ട്.
തോറ്റുപോകും എന്ന് പറഞ്ഞിടത്ത് അവർ ഒരു 6 മാസം മുമ്പ് തന്നെ മനോഹർലാൽ ഖട്ടർ എന്ന് പറയുന്ന അവിടുത്തെ മുഖ്യമന്ത്രിയെ മാറ്റുന്നു, എന്നിട്ട് സൈനിയെ കൊണ്ടുവരുന്നു, എന്നിട്ട് പുതിയ മുഖത്തെ വയ്ക്കുന്നു, എന്നിട്ട് ഈ പറയുന്ന ബൂത്ത് തലത്തിൽ വർക്ക് ചെയ്തിട്ട് പല രീതിയിലുള്ള സോഷ്യൽ എഞ്ചിനീയറിംഗ് ഉണ്ടാക്കുന്നു. ഇവിടെ എന്താ സംഭവിച്ചെന്നറിയോ? ഭൂപീന്ദർ സിംഗ് ഹൂഡയ്ക്ക് പൂർണ്ണമായിട്ട് വിട്ടുകൊടുത്തു. എന്നിട്ട് ഹൂഡയുടെ കുറേ താല്പര്യമുള്ള ആളുകൾക്ക് ടിക്കറ്റ് കൊടുത്തു, ഒന്നോ രണ്ടോ പ്രത്യേക സമുദായങ്ങൾക്ക് ടിക്കറ്റ് കൊടുത്തു. ഈ രീതിയിലൊക്കെ ഒരു തരത്തിലുള്ള ഇലക്ഷൻ മാനേജ്മെൻറ്റും ഹരിയാനയിൽ ഉണ്ടായിരുന്നില്ല, ഒരു തരത്തിലുള്ള ഇലക്ഷൻ മാനേജ്മെൻറ്റും മഹാരാഷ്ട്രയിലും ഉണ്ടായിരുന്നില്ല.